കരുതലും കൈത്താങ്ങും അദാലത്ത് കണ്ണൂർ ജില്ലയിൽ 9 മുതൽ 16 വരെ നടക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുക. ജനങ്ങൾക്ക് സേവനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്തുകൾ ഒരുക്കുന്നതെന്ന് മന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്തുകൾക്കാണ് കണ്ണൂർ ജില്ലയിൽ തിങ്കളാഴ്ച മുതൽ തുടക്കമാകുന്നത്. 5 താലൂക്കുകളിലായാണ് ജില്ലയിൽ അദാലത്ത് നടക്കുക. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പുറമെ കൃഷിമന്ത്രി പി പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു എന്നിവരും അദാലത്തിൽ പങ്കെടുക്കും. ജില്ലയിലാകെ 813 പരാതികൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അദാലത്ത് നടക്കുന്ന ദിവസവും പരാതികൾ സ്വീകരിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, സർട്ടിഫിക്കറ്റ് കാലതാമസം, പെൻഷൻ, കാർഷിക മേഖല തുടങ്ങി വിവിധ തലങ്ങളിലുള്ള പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുകയെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരുതലും കൈത്താങ്ങും അതാണ് അദാലത്തിൻ്റെ മുഖ സന്ദേശം. ഇപ്പോൾ കണ്ണൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കൈയേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും ഇത് സംബന്ധിച്ച് ഉള്ള പരാതികൾ രേഖാമൂലം നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണങ്ങൾ മാത്രമല്ല തുടർ നടപടികളെക്കുറിച്ചും പറയാൻ കഴിയും. സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, നിരസിക്കൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ, കെട്ടിട നമ്പർ നികുതി ഇതെല്ലാം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും നൽകുന്നതിലെ കാലതാമസവും നിരസിക്കലും എല്ലാം സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും പരാതികളും എന്താണെന്ന് പറഞ്ഞാൽ അത് കെട്ടിട നിർമ്മാണ ചട്ടം, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ശാരീരിക, ബുദ്ധി, മാനസിക വെല്ലുവിളികളിൽ നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ, ബന്ധപ്പെട്ട മറ്റാവശ്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണം, പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും, റേഷൻ കാർഡ് ചികിത്സാ ആവശ്യങ്ങൾക്ക് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും, വിള ഇൻഷുറൻസ് ഇതെല്ലാം ഈ പാരിസ്ഥിതിക മലിനീകരണ വിഷയങ്ങൾ സംബന്ധിച്ച് മാലിന്യ സംസ്കരണം അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജന യത്നം തന്നെ ഗവൺമെൻറ് ആരംഭിക്കേണ്ടത് സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായം, ലൈഫ് മിഷൻ, പോലീസ് കേസുകൾ തുടങ്ങിയ പരാതികൾ അദാലത്തിൽ പരിഗണിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അദാലത്തിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സഹായം എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാർ നേരിട്ട് ഈ അദാലത്തിൽ പങ്കെടുക്കുന്നതിനാൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കൂടുതലായി പതിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂരിലാണ് ആദ്യത്തെ അദാലത്ത് നടക്കുക. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത്. തലശ്ശേരിയിലെ അദാലത്ത് 10-ാം തീയതിയും, തളിപ്പറമ്പിൽ 12-നും, പയ്യന്നൂരിൽ 13-നും, ഇരിട്ടിയിൽ 16-നും അദാലത്തുകൾ നടക്കും. പരാതികൾ അക്ഷയ കേന്ദ്രങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും കരുതൽ പോർട്ടലായ karudal.kerala.gov.in വഴിയും സ്വീകരിക്കും. ലഭിച്ച പരാതികൾ അതത് വകുപ്പുകൾക്ക് അയച്ചുകൊടുത്ത് നടപടികൾ അദാലത്തിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM C പത്മചന്ദ്രക്കുറുപ്പ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.